The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. नमस्ते, कैसे हो सब लोग? सब बहुत खुशी होगा है क्या? क्योंकि अभी आप लोग कक्षा पे आने के लिए तैयारी है, कई लोग तो अभी कक्षा पे आ गया है ना, इसलिए सब तो बहुत खुशी हैं। लेकिन अब जब तो कक्षा पे हैं तो भी कुछ भाग भी वीडियो के रूप में आपको आप लोगों को देने के लिए हम लोग तैयारी हैं। इसलिए अभी हमारा एक अंतिम पार्ट गुडली तो पराई है नामक पार्ट भी हम लोग आपको वीडियो के रूप में देता हूँ। अभी आप लोग कक्षा पे आ रहा है, लेकिन फिर भी आप तो ये भी सुनना है, देखना है, समझना है, ठीक है? तो उसके आधार पर हम लोग कक्षा में भी चर्चा भी करेंगे, ठीक है? आपको जो शंका समाधान ये सब तो कक्षा में कर सकते हैं, उसके साथ ये पाठ भाग भी वीडियो के रूप में हम लोग आपको दे रहा हूँ, ठीक है? तो पाठ की ओर चलें, ठीक है? तो हमारा पाठ का नाम है गुडली तो पराई है, ठीक है? गुडली एक नाम है, ये तो कनक शशि की कहानी है, लेखिका कनक शशि, ठीक है? ये तो विधा कहानी, ठीक है? तो शुरू करें। तो वीडियो के रूप में हमारा अंतिम कक्षा है गुडली तो पराई कनक शशि कहानी। सुनो। यूं तो बड़ी बुआ गुडली को अच्छी लिखती हैं, पर उनसे बात करना उसे कुछ खास पसंद नहीं। कहानी ऐसे शुरू कर रहा है। यूं तो बड़ी बुआ बुआ അച്ഛൻ്റെ സഹോദരി, അതാണ് ബുവ എന്ന് പറയുന്നത്, പിതൃ സഹോദരി. तो गुडली को अच्छी लिखती हैं. അച്ഛൻ്റെ സഹോദരി ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ്. ചിലർ വലിയമ്മ അച്ഛൻ്റെ മീതിയാണെന്നുണ്ടെങ്കിൽ താഴെ ഉണ്ടെങ്കിൽ ചെറിയമ്മ, ചിലർ അമ്മായി എന്ന രീതിയിൽ, അങ്ങനെ ഓരോ പ്രദേശത്ത് ഓരോ രീതിയിലാണ്. അപ്പോൾ നമുക്കത് ഇന്ന ഭാഗത്ത് ഇന്ന രീതിയിലൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ പലരും പല രീതിയിലാണ് അറിയപ്പെടുന്നത്. കൂടുതൽ ഭാഗം എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിലൊക്കെ കൂടുതൽ ഭാഗത്തും അമ്മായി എന്ന രീതിയിലാണ് അച്ഛൻ്റെ പെങ്ങളെ അറിയപ്പെടുന്നത്. എന്തോ ആവട്ടെ. അപ്പോൾ ഇവിടെ ബുവ എന്ന് പറയുന്നത് അച്ഛൻ്റെ സഹോദരി, ആ രീതിയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അച്ഛൻ ലിഖ്തി അവൾക്ക് ഇഷ്ടമാണ്. ഗുഡ്ലി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഈ പറയുന്ന അച്ഛൻ്റെ സഹോദരിയെ വലിയ ഇഷ്ടമാണ്. ഉൻസെ ബാത് കർണ ഉസെ കുച്ച് ഖാസ് പസന്ദ് നഹീ. പക്ഷേ അവരുമായിട്ട് സംസാരിക്കുന്ന കാര്യം അത് അത്ര വലിയ ഇഷ്ടമല്ല. ചിലവർക്ക് അങ്ങനെയാണ്. ചിലവരെ ഇഷ്ടമൊക്കെ ആവും, ചിലർ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇഷ്ടമായിരിക്കും, പക്ഷേ വ്യക്തികളെ അത്ര അങ്ങോട്ട് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തതെന്നും കൂടി പറയുന്നുണ്ട്. നമുക്കത് നോക്കാം എന്താണെന്നുള്ളത്, ठीक है? वैसे बातें अगर गाने की या उनके बचपन की हो तो ठीक है. ഇനി അവർ വർത്തമാനം പറയണത് ഒന്നുകിൽ ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാവാം, കേക്കിനെ കുറിച്ചോ പായസത്തിനെ കുറിച്ചോ. ചിലർക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്, തുറച്ച് ഇരിക്കുക, നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മധുര പലഹാരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഖാനിക്കെ ചീസ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തോ ആയിക്കോട്ടെ, तो बहुत पसंद है, ठीक है? या उनकी बचपन की हो, ഇനി അതും അല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലത്തെ കുറിച്ചായിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു, പണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സുഖം. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. പണ്ട് അങ്ങനെ എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ അതും എനിക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. पर നസീഹത്തെ പക്ഷേ നസീഹത്ത് ഉപദേശിക്കൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടമാവുന്ന കാര്യമാണോ? അത് തന്നെ ഗുഡ്ലിക്ക് സംഭവിച്ചത്. ഗുഡ്ലിക്കും ഈ ഉപദേശം ഇഷ്ടമല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസം നിങ്ങളിവിടെ എല്ലാവരും വരണം, ഒന്ന് ഉപദേശിക്കാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് കുറച്ച് ഉപദേശം കേൾക്കുക എന്ന് പറഞ്ഞ് ചാടി എന്നിട്ട് സ്കൂളിലേക്ക് വരുമോ? ഒരാളും വരില്ല. ഇനിയിപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും അതെ, ഉപദേശം എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമാവുന്ന കാര്യമല്ല. ഇനി വേറൊരു രീതിയിൽ നമുക്ക് പറയാം. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും വിരുന്നുകാർ വന്നു വിചാരിക്കുക, ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞ ശേഷം
അവർ പല കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹാപ്പി ആയിരിക്കും. അതിൻ്റെ ഇടയിൽ അവരൊരു ചോദ്യം ചോദിക്കും, പഠനമൊക്കെ എങ്ങനെ പോണു? ശരിക്കും ഒന്ന് ആലോചിക്കുക, ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെയും ചന്ദ്രനെ പോലെയൊക്കെ ഉള്ള മുഖമായിരിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ കർത്തവാവ് പോലെയാവും, പെട്ടെന്ന് അത് മങ്ങും, ലൈറ്റ് ഫീസ് അടിച്ചു പോയ ബൾബ് പോലെയാവും അല്ലേ? കാരണം പഠനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉപദേശിക്കുന്നത് അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഉപദേശമാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ മതി. കാരണം വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അമ്മയെ എന്തേ വിളിച്ചുവോ എന്ന് ചോദിച്ചാൽ അവിടുന്ന് മെല്ലെ ഒരു മുങ്ങലാണ് മിക്ക ആൾക്കാർ. നിങ്ങളല്ല കേട്ടോ, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, ഞാൻ പൊതുവേ പറഞ്ഞു എന്ന് മാത്രം. ठीक है, समझ में आते हैं क्या? ठीक है. ഐസ മത് കറോ, നീ ഇനി എന്തൊക്കെയാണ് ഉപദേശം തന്നെ? ഐസ മത് കറോ, ഐസ പട്ട് പട്ട് മത് ബോലോ, അങ്ങനെ നടക്കരുത്, അങ്ങനെ സംസാരിക്കരുത്. ഇല്ല, ചിലവരുണ്ടാവും വീട്ടിലൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉണ്ട്, പ്രായമായിട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപദേശം കൂടുതലായിരിക്കും. നീ ഇങ്ങനെയാണോ നടക്കുന്നത്, നീ ഇങ്ങനെയാണോ ഇരിക്കുന്നത്, കഴിക്കുമ്പോൾ എന്താ ശബ്ദം ഉണ്ടാവണത്, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാവാൻ പാടില്ല, ഇരിക്കുമ്പോൾ കാലിൻ്റെ മീതെ കാല് കയറ്റി വെച്ചിരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ നീ പെൺകുട്ടിയാണ്, നീ എന്താ അങ്ങനെ ചെയ്യണത്, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ കൂടുതലാവും. ഇന്നത്തെ പ്രായത്തിലുള്ള യുവതലമുറകളായിട്ടുള്ള നിങ്ങളെ പോലെയുള്ള യോയോ ആയിട്ടുള്ള സ്റ്റുഡൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് കേട്ട ഉടനെ തന്നെ നിങ്ങൾ ഈ യോയോയുടെ ആൾക്കാരുണ്ടാവുമല്ലോ, അവർ യാതൊരു സംശയമില്ല മതി നിർത്താം എന്നുള്ള അവസ്ഥയിൽ മെല്ലെ അവിടുന്ന് മുങ്ങലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ പറഞ്ഞത്, ആ ഉപദേശങ്ങളൊക്കെ പറഞ്ഞത് ഐസ മത് കറോ, അങ്ങനെ ചെയ്യരുത്. ഐസെ പട്ട് പട്ട് മത് ബോലോ, ഇങ്ങനെ പെറുന്ന് വർത്തമാനം പറയരുത്, എല്ലാവരും ഉള്ള സമയത്ത് ഉറക്ക വർത്തമാനം പറയരുത്, ഉറക്ക ചിരിക്കാൻ പാടില്ല. ചിലർ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പെൺകുട്ടികൾ, അയ്യോ നിങ്ങളിങ്ങനെ ചിരിക്കുക, ഇങ്ങനെ ഉറക്കം ചിരിക്കാൻ പാടില്ല. ഒരു കുഴപ്പമില്ല, ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളാണെങ്കിലും ചിരി വന്നാൽ ചിരിക്കണം, പൊട്ടി ചിരിക്കണം, അല്ലാതെ ഇത് മുഴുവൻ അടക്കി വെക്കുന്നില്ല. പൊതുവേ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ വെച്ചാൽ പെൺകുട്ടികളുടെ ഒരു സ്വഭാവമുണ്ട്, ചിരി വന്നു കഴിഞ്ഞാൽ അത് ചിരിക്കുക മാത്രമല്ല ഏറ്റവും സൗന്ദര്യമുള്ള ഒരു ഭാവമാണ് ഈ ചിരി എന്ന് പറയുന്നത് ശരിക്ക്. അപ്പോൾ ഒന്നാലോചിച്ച്, ദേഷ്യപ്പെട്ട് നിൽക്കുന്ന മുഖമാണോ അത് ചിരിച്ച മുഖമായിരിക്കും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക, ചിരിച്ച മുഖം തന്നെയായിരിക്കും. അപ്പോൾ പെൺകുട്ടികൾ എപ്പോഴും ഇങ്ങനെ അറിയും, ചിരിച്ച അതിമനോഹരമായിരിക്കും. ആ ചിരി വന്ന ഉടനെ വായ വെക്കും, ഛർദ്ദിക്കാൻ വന്നതുപോലെയാണ്. എന്താണെന്നറിയില്ല, പെൺകുട്ടികൾക്ക് ചിരി വന്നാൽ അപ്പം കഴിവ് പോണ് കാണാൻ വായലേക്ക്. കാരണം എൻ്റെ സൗന്ദര്യം ഇനി ആരും കാണണ്ട എന്നാണോ, ഇനി അതോ എന്താ പറയുക, എൻ്റെ ചിരി ആരും കാണണ്ട, എൻ്റെ പല്ല് കാണണ്ട, കോൾഗേറ്റിൻ്റെയും മെറ്റലിൻ്റെയും പരസ്യം പെട്ടെന്ന് ആരെങ്കിലും കൊണ്ടുപോയാൽ വെച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പൊതുവേ പെൺകുട്ടികൾ ഉടനെ ചിരി വന്ന വായ പൊതുവെ കാണാൻ ഛർദ്ദിക്കാൻ വരണ പോലെ. ശരി, നിങ്ങളല്ല, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, ഞാൻ പൊതുവെ പറയുകയാണ്. ടീക്കേ, സമജ്മേത്തേക്കുക. ശരി, അപ്പോൾ ഐസ ദം മച്ചലോ, നോക്കുക, ഇങ്ങനെ നടക്കരുത്, പടാന്ന് കാലടിച്ച് നടക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ആർക്കും ഇഷ്ടമാവണില്ല, ഗുഡ്ലിക്ക് ഇഷ്ടമാവണില്ല. ഗുഡ്ലിക്ക് ഇതൊന്നും അങ്ങനെ അങ്ങോട്ട് പിടിക്കണില്ല. ഏകദം ഗൽത്തി സെ ഉസ്നെ പൂച്ഛിയില്ല ക്യോ. ഒരു ദിവസം അവള് ചോദിക്കുക തന്നെ ചെയ്തു, ഇങ്ങനെ എപ്പോഴും ഉപദേശിക്കുന്നത് കാണാം, ഈ അച്ഛൻ്റെ സഹോദരി എപ്പോഴും ഉപദേശിക്കുക. അങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കണ നേരത്ത് ഒരു ദിവസം അവൾക്ക് തോന്നി, എന്താ ക്യോ, എന്തുകൊണ്ട് പറ്റില്ല, സംശയമല്ലേ നമുക്കുണ്ടാവും, അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവരെ നമ്മൾ ചിലവർ പേടിച്ചിട്ട് മിണ്ടാതിരിക്കും, ചിലവരങ്ങനെയല്ല കുറേ കേട്ട് ചെയ്യൊന്നും, എന്തേ, അല്ല എന്താ പ്രശ്നം, എന്താ, അല്ല എൻ്റെ ദോഷം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ കുഴപ്പമില്ല, അത് അറിഞ്ഞാൽ ഞാനത് ചെയ്യാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചോദിച്ചെന്നും വരാം. ചിലപ്പോൾ ഒരൊറ്റ ചോദ്യം ചോദിക്കുള്ളൂ, അതോടുകൂടി ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവും, നല്ല ഗംഭീരമായിട്ടുള്ള പെരുമഴയായിരിക്കും. ഈ പറയുന്ന എന്താ പറയുക പലതും ഉണ്ടാവും, പടക്കൊക്കെ അത്യാവശ്യം മാനപ്പടക്കൊക്കെ പൊട്ടണ് കാണാം. നിങ്ങളെ സംബന്ധിച്ചല്ല, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. ഓക്കെ, തോ ബസ് ശുരു ഹോഗയി. ആ ചോദ്യം ചോദിച്ചതും എന്തുകൊണ്ട് എന്ന് അവൾ ചോദിച്ചതും അങ്ങോട്ട് തുടങ്ങി. തോ ബസ് ശുരു ഹോഗയി. അരേ ചൊരി, എടി പെണ്ണേ, ലോക് നാം തോ തെരി മാം കോ ഹി രഖെങ്കെ. നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിനക്ക് എന്തെങ്കിലും നീ മോശമായിട്ടാണ് നടക്കണത്, മോശമായിട്ടാണ് പറയണതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സബ്ലോ ലോക് തെരി മാം കോ ഹി കഹെങ്കി, നിൻ്റെ അമ്മയാണ് പറയുക. ആരാ ഈ പെണ്ണിനെ വളർത്തിയേ എന്നേ ചോദിക്കുള്ളൂ. ഈ പെണ്ണിനെ ആരാ വളർത്തിയത്, ഇങ്ങനെയാണോ വളർത്തുക എന്നൊക്കെ നാട്ടുകാർ പറയും. നിനക്കല്ല പ്രശ്നം, നിൻ്റെ അമ്മയ്ക്കാണ് പ്രശ്നം. കാരണം നേരെ ഈ പിതൃ സഹോദരി നേരെ എന്ത് ചെയ്തു, ഇത് അമ്മയുടെ തലയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കാരണം വെച്ചാൽ നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം, വളർത്തു ദോഷം അമ്മയ്ക്കാണ്. ആരാ തന്നെ വളർത്തിയെന്നാ ചോദിക്കുക എന്ന രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു. ചൊരി, ഇടി പെണ്ണേ, നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ അമ്മയാണ് നാട്ടുകാർ പറയുക. അമ്മ മോശമാണ്, അമ്മ എന്നെ പഠിപ്പിച്ചിട്ടില്ല, വേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല നിൻ്റെ അമ്മ എന്ന് പറയും. മനസ്സിലായിടി പെണ്ണേ എന്ന് ആ പിതൃ സഹോദരി ഗുഡ്ലിയോട് പറഞ്ഞു. നിങ്ങളെ പറയല്ല കേട്ടോ, ടീക്കേ. കഹെങ്കെ കുച്ച് സിക്കായാ ഹി നീ, പറയും ചെയ്യും ഈ പെണ്ണിനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന്. ഐസെ ഹി കരേഗി ക്യാ അപ്നെ ഘർ ജാക്കർ, എന്നിട്ട് ചോദിക്കുകയും ചെയ്യും, ഇതുപോലെ തന്നെയാണോ നീ നിൻ്റെ വീട്ടിൽ പോയിട്ടും ചെയ്യുക,
ആ ചോദ്യം നോക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെയാണോ നീ നിൻ്റെ വീട്ടിൽ പോയിട്ടും ചെയ്യുക എന്ന്. ഇത് പറയുമ്പോഴാണ് ഇതിന് തൊട്ട് മുമ്പ് ഒരു ചോദ്യം കൂടി ഉണ്ട്. ആ ചോദ്യം കൂടി നമുക്കൊന്ന് ഇതിൽ ഡിസ്കഷൻ ചെയ്യാം. എന്നിട്ട് ഈ നിൻ്റെ വീട്ടിൽ പോയിട്ട് നീ ഇത് തന്നെയാണോ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വ്യാഖ്യ തരാം. ठीक है. यूं तो बड़ी बुआ गुडली को अच्छी लगती हूँ. गुडली के बुए വളരെ ഇഷ്ടമാണ്. पर उनसे बात करना उसे कुछ खास पसंद नहीं. പക്ഷേ അവരുടെ സംസാരം അത്ര ഇഷ്ടമല്ല. क्यों? क्योंकि वो सभी समय ऐसा मत करो, ऐसा मत चलो, ऐसा ऐसा वो तो उपदेश देते ही रहते हैं. ऐसा मत बोलो, ऐसा मत चलो, ऐसा पद पद मत करो, ऐसा ऐसा उपदेश देते रहते हैं. इसलिए उनको उनका उपदेश या बुआ को अच्छा नहीं लगता है. ऐसे लिखते हैं कभी वो अपनी बचपन के बारे में या खाने के बारे में कहे तो वो सही है क्या? ठीक है. ഇനി നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഇനി നമ്മൾ പറഞ്ഞു നിർത്തിയോടത്തേക്ക് വരാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? वो अपने घर पे जाकर भी ऐसे ही करेगी. നീ നിൻ്റെ വീട്ടിൽ പോയിട്ടും ഇത് തന്നെയാണോ ചെയ്യുക? അപ്പോൾ അവളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ, അവളുടെ വീട്ടിലാണ് അവൾ താമസിക്കുന്നത്. പക്ഷേ പിതൃ സഹോദരി പറഞ്ഞത് നീ നിൻ്റെ വീട്ടിൽ പോയിട്ടും ഇങ്ങനെയാണോ ചെയ്യുക? കുട്ട്ലി പോലി, കുട്ട്ലി പറഞ്ഞു അപ്നാ ഘർ, സ്വന്തം വീടോ? യഹി തോ മേരാ ഘർ, ഇത് തന്നെയാണ് എൻ്റെ വീട്. ജഹാ മേ പൈദാ ഹുയി, എവിടെയാണ് ഞാൻ ജനിച്ചത് അതല്ല എൻ്റെ വീട്, ഇത് തന്നെയാണ് അപ്പം എൻ്റെ വീട്. ബുവ ഹാസ്കെ പോലി. അപ്പോൾ ബുവ ഒന്ന് പുഞ്ചിരിച്ചിട്ട് വന്നു. എന്നുള്ള ചിരിയോടുകൂടി ബുവ പറഞ്ഞു അരേ ബേക്കൂഫ്, ഏക് ഘർ തോ പരായാ ഹേ, ബാക്കി ലड़कियों की तरह तू भी किसी और की अमानत है. എന്നിട്ട് ബുവ പറയുകയാണ് അരേ ബേക്കൂഫ്, എടി മണ്ടിപ്പെണ്ണേ. സിനിമയിൽ പ്രേംനസീരൊക്കെ പറയില്ലേ മണ്ടിപ്പെണ്ണെ നിന്നെ ഞാൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അല്ല, ഇത് പൊട്ടി എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. അരി ബേക്കൂഫ്, എടി പൊട്ടി പെണ്ണേ, എടി മണ്ടി പെണ്ണേ. ഘർത്തോ പരായ ഹേ, ഇത് അന്യൻ്റെ വീടാണ്. ബാക്കി ലड़कियों ഇത്ര, മറ്റുള്ള പെൺകുട്ടികളെ പോലെ തന്നെ തൂബി, നീയും കിസി ഔർക്കി അമാനത്ത് ഹേ, നീയും മറ്റാരുടെയോ സ്വത്താണ്, മുതലാണ്. പിതൃ സഹോദരി ഉപദേശിക്കുകയാണ്, നീ മറ്റാരുടെയോ മുതലാണ്, നീ മറ്റാരുടെയോ സ്വത്താണ്. പെൺകുട്ടിയോടാട്ടോ പറയണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം വെച്ചാൽ നീ ഇവിടെ ഉള്ള ആളല്ല, നീ മറ്റൊരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതാണ് നിൻ്റെ സ്വന്തം വീട്. മറ്റുള്ള പെൺകുട്ടികളെ പോലെ തന്നെ നിൻ്റെയും കല്യാണം കഴിയും, നീയും വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോവും. അങ്ങനെ മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അതാണ് നിൻ്റെ വീട്, ഇതല്ല യഥാർത്ഥത്തിൽ നിൻ്റെ വീട്. നീ അപ്പോൾ മറ്റാരുടെയോ മുതലാണ്, സ്വത്താണ്. ടീക്കേ. തൂ അവർ കിസിക്ക അമാനത്ത്, അമാനത്ത് സ്വത്ത് എന്നർത്ഥം, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നീ മറ്റാരുടെ പ്രോപ്പർട്ടിയാണ്. തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. രഞ്ജിത് സാറ് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കണ്ട. അല്ലെങ്കിൽ ഇത് വീഡിയോ കേട്ട ഉടനെ അമ്മ ഞാൻ വേറെ ആരുടെ മുതലാണ്, ഇനി എൻ്റെ അടുത്ത് ഇവിടുത്തെ കാര്യങ്ങളൊന്നും പറയണ്ട എന്നൊന്നും പറയണ്ട. ടീക്കേ. സസുരാൽ ഹി തെര അസ്ലി ഘർ ഹോഗാ. സസുരാൽ, സസുരാൽ അമ്മായിയമ്മയുടെ വീട് എന്ന് പറഞ്ഞാൽ ഭർതൃഗൃഹം, അതാണ് നിൻ്റെ യഥാർത്ഥ വീട്. അസ്ലി ഘർ, യഥാർത്ഥ വീട്. ജैसे देख पैदा तो मैं भी इसी घर में हुई थी. നോക്ക്, ഞാനും ജനിച്ചത് സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ തന്നെയാണ്. पर अब तेरा फूफाजी का घर ही मेरा घर है. പക്ഷേ ഇപ്പോൾ ഫുഫാജി കാ घर ही എന്ന് പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ വീട്, അത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ മേരാ घर है, അതാണ് ഇപ്പോൾ എൻ്റെ യഥാർത്ഥ വീട്. कोई समझी? വല്ലതും മനസ്സിലായോ? ഇവിടെ ഈ ഭാഗത്തൊരു ചോദ്യമുണ്ട്, ആ ചോദ്യം കൂടി നോക്കാം. അരി ബേക്കൂഫ്, ഏ ഘർ തോ പരായ ഹേ, എടി മണ്ടി പെണ്ണേ, ഇത് അന്യൻ്റെ വീടാണ്. ബുവ ഗുഡ്ലി സെ ഐസെ ക്യോं कहती है. ബുവ ഗുഡ്ലിയോട് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? क्योंकि तो लड़कियां शादी के बाद तो पति के घर पे जाते हैं, इसलिए वो मैंने ससुराल ही उनका असली घर मानते हैं. इसलिए बुआ ऐसे कहते ये तो और किसी का घर है, ये तो पराया है. ठीक है. तो अच्छा, तो बाकी देखो. ഗുഡ്ലി ടുണക്കെ പോലി, അവൾ എന്താണ് കുണുങ്ങിക്കൊണ്ട് പറഞ്ഞു. സങ്കടപ്പെട്ടുകൊണ്ട് പെൺകുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ആടിയിട്ടൊക്കെ പറയില്ലേ, അതുപോലെ അവൾ പറഞ്ഞു മെനേമാൻറ്റി, അയ്യേ ഞാൻ കണക്കാക്കൊന്നുമില്ല, ഞാനതിങ്ങനെ സ്വീകരിക്കില്ല. അവർ ബാഹർ ചലിക്ക് എന്നും പറഞ്ഞിട്ട് അവൾ പുറമേക്ക് അങ്ങോട്ട് ഓടിപ്പോയി. പീച്ചെ സെ ബുവാക്കി ആവാസ് സുനായി തീ, പിന്നാലെ തന്നെ ബുവ പറയുകയും ചെയ്തു ചൗദാക്കി ഹോഗി പർ അക്കൽ നെയ് ആയി ചോരിക്കോ. 10-14 വയസ്സായി പെണ്ണിന്. വീട്ടിൽ പറയാറില്ലേ നിങ്ങൾ പോത്തുപോലെ വളർന്നു എന്നൊക്കെ പറയാറില്ലേ? പോത്തുപോലെ വളർന്നു എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ നന്നായി വളർന്നു വലിയ കുട്ടിയായി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീട്ടുകാർ തന്നെ നിങ്ങളെ രണ്ടും പറയും. ചില കാര്യങ്ങൾ പറഞ്ഞാൽ പറയും, നീ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള സമയത്ത് വീട്ടുകാർ പറയും നീ ഇത്ര പോത്തുപോലെ പോകുന്നില്ലേ, വളർന്ന് വലുതായില്ലേ, നീ വലിയ കുട്ടിയായി, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കും. നീ ചില സമയത്ത് ചോദിക്കും നീ ചെറിയ കുട്ടിയാ, നീ അതൊന്നും അറിയണ്ട.
ഇത് രണ്ടും നമ്മൾ തന്നെയാണ്. ചില സമയത്ത് വലിയ കുട്ടിയെന്ന് പറയും, ചില സമയത്ത് ചെറിയ കുട്ടിയെന്ന് പറയും. ഇതിപ്പോൾ ഏതാന്നുള്ളത് ആകെ സംശയത്തിലാണ് നമ്മളൊക്കെ കടന്നു വട്ടത്തിരിക്കുന്നത്. നമ്മളൊന്നും ഉദ്ദേശിച്ചത് നിങ്ങളെയാണ് കേട്ടോ. നിങ്ങളൊക്കെ കടന്നു വട്ടത്തിരിക്കുന്നത്. നിങ്ങൾ രണ്ടും പറയുന്നുണ്ടാവും. ചിലപ്പോൾ വലിയ കുട്ടിയിലെന്ന് പറയും, ചിലപ്പോൾ ചെറിയ കുട്ടിയിലെന്ന് പറയും. ഓക്കെ, എന്തായാലും നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നിങ്ങൾ എത്രയായി എന്നുള്ളത്. ठीक है? हाँ, इसलिए इसमें ऐसे कहते हैं तो 14 എന്നർത്ഥം. 14 हो गई क्या? 14 की हो गई. നീ ഇപ്പോൾ 14 വയസ്സായിട്ടുള്ള പെൺകുട്ടിയാ. അക്കൽ നെയ്യായി ചോരിക്കോ, അക്കൽ ബുദ്ധി. എന്നിട്ട് പെണ്ണിന് ബുദ്ധി ഉറച്ചിട്ടില്ല. ഇത്രയും പോത്തുപോലെ വളർന്നിട്ടും പെണ്ണിന് ബുദ്ധി ഉറച്ചിട്ടില്ല. മാം ബോലി ബച്പനാ ഹേ ദീദി സംജായേഗി. കുട്ടികളിയാണ് അവൾക്ക് ഇപ്പോഴും, എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്ന് അമ്മ ദീദിയോട് എന്ന് പറഞ്ഞാൽ ചേച്ചിയോട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. മാങ്കു ബുവാക്ക സാധ്യത ദേഖ്. അമ്മയും ബുവയുടെ കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഇവളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇവളെ കുറിച്ച് താഴ്ത്തി പറഞ്ഞപ്പോൾ, ഇവളെ മോശമായി സംസാരിച്ചപ്പോൾ ഗുഡ്ലി ഗുസ്സയ്ക്ക് സാത്ത് ഉദാസ് ബി ഹോഗി. അവൾക്ക് സങ്കടമായി. ഗുസ്സ ദേഷ്യം വന്നു. ഉദാസ് ആകെ അവൾ ടയേർഡായ പോലെ, സങ്കടമായി, വിഷമമായി. ഉദാസ് പറഞ്ഞാൽ വിഷമാവുക. അവൾക്ക് ആകെ വിഷമായി. അവർ CTM पर बैठी. അവൾ നേരെ പോയിട്ട് സ്റ്റെപ്പിൽ പോയി അവിടെ ഇരുന്നു. സുസ്ഥിരഹി. എന്നിട്ട് അവിടെ ഇരുന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി. കാരണം മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പുകൾ ഉണ്ടാവുമല്ലോ വീടിൻ്റെ, പഴയ കാലത്തൊക്കെ വീടിൻ്റെ പിന്നിലാണ് ഉണ്ടാവുക. അപ്പോൾ വീടിൻ്റെ പിന്നിലുള്ള സ്റ്റെപ്പുകൾ, മുകളിലേക്കുള്ള സ്റ്റെപ്പിൽ അവിടെ പോയി അവൾ ഇരുന്നു. എന്നിട്ട് അവൾ ചിന്തിക്കുക, ക്യാ ഏ ഗർ ഉസ്കാനി, ഈ വീട് എൻ്റെ അല്ലേ അപ്പോൾ? ക്യാ ഉസ്കെ ആംകി ക്യാരിയ അവർ കബി നഹി ഖാ പായേഗി. അപ്പോൾ ഇവിടെയുള്ള മാങ്ങകൾ, ചെറിയ ചെറിയ കണ്ണിമാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ലേ? ഈ മാന്തോപ്പും ഈ ഇത്രയും മാവും മാന്തോപ്പുകളും ഇതൊന്നും എൻ്റെ അല്ലേ? അപ്പോൾ ഇതിലുണ്ടാവുന്ന മാങ്ങയൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇതിലുണ്ടാവുന്ന ക്യാരിയ എന്ന് പറഞ്ഞാൽ കണ്ണിമാങ്ങ. ക്യാ ഉസ്കെ ആംകി ക്യാരിയ वो कभी नहीं खा पाएगी. അപ്പോൾ ഇതിലുണ്ടാവുന്ന കണ്ണിമാങ്ങ അതൊന്നും എനിക്ക് ഇനി കഴിക്കാൻ പറ്റില്ലേ? കൈരിയ കണ്ണിമാങ്ങ, ചെറിയ മാങ്ങ. അപ്പോൾ ഈ മാന്തോപ്പിലുണ്ടാവുന്ന മാങ്ങകൾ ഇതൊന്നും എനിക്കിനി കഴിക്കാൻ പറ്റില്ലേ? അവൾക്ക് സംശയമായി. ഉസ്ക കുത്ത നാനുബി ഉസ്കാനി. അതുപോലെ തന്നെ അവിടെയുള്ള പട്ടിക്കുട്ടി, ചെറിയ കുട്ടി, ഏട്ടൻ്റെ കുട്ടിയുണ്ട്. അപ്പോൾ ഈ കുട്ടി, നാനു എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ് ഉദ്ദേശിച്ചത്, ഓമനപ്പേരിട്ട് വിളിക്കുന്നത് മാത്രം. അപ്പോൾ ഇതൊന്നും ഇനി എനിക്കുള്ളതല്ലേ, എൻ്റെ അല്ലേ? ബഗീജിമി ഉസ്കി ബനായി ക്യാരിയാം. അതുപോലെ തന്നെ പൂന്തോട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടങ്ങൾ, കാര്യങ്ങൾ, ഇതൊന്നും അവൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള തടങ്ങളും പൂന്തോട്ടവും പൂച്ചെടികളും ഒക്കെയാണ്. ഇതൊന്നും ഇനി എൻ്റെ അല്ലേ? തോ മച്ചിലിയും കിളിയെ താലാബ്, അതുപോലെ തന്നെ മീൻ വളർത്താൻ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ കുളങ്ങളുണ്ട്. ക്യാ ബേബി ഉസ്കിനി, ഇതൊന്നും ഇനി ഇതൊന്നും അവളുടെ അല്ല അല്ലേ എന്ന് അവൾ സ്വയം ചിന്തിക്കുകയാണ്. ഇത്രയുമേ മാ ഉസ്സെ ഡൂൺതി വഹി ആ പहुंची. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ അവളെ തിരഞ്ഞുകൊണ്ട് അവിടെ എത്തി. ഗുഡ്ലി ഗുഡ്ലി എന്നും വിളിച്ച് കുറേ നടന്നു. പെണ്ണ് എവിടെ പോയിരിക്കണമെന്ന് അറിയണില്ല. പെണ്ണുങ്ങളല്ലേ, ദേഷ്യപ്പെട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലോ പറയാൻ പറ്റില്ല. അതുകൊണ്ടാ. അപ്പോൾ ഏതിയാ പോയെന്ന് അറിയട്ടെ എന്നും പറഞ്ഞിട്ട് അമ്മ അവളെ ഇങ്ങനെ തിരഞ്ഞ് വന്നു. ഗുഡ്ലിക്ക് ഉദാസ് ദേ ഗലേ ലഗാക്കർ പോലി. എന്നിട്ട് ഗുഡ്ലി വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ, സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഗലേ ലഗാക്കർ അവിടെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബേട്ട ബുവാക്കി പാക്ക ബുരാ മത്മാൻ. ബുവ പറഞ്ഞത് മോള് വിഷമമായിട്ട് എടുക്കണ്ട കേട്ടോ, മോശമായിട്ടൊന്നും കണക്കാക്കണ്ട കേട്ടോ. ബുവ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് മോളിപ്പോൾ വിഷമിക്കൊന്നും വേണ്ട, സങ്കടപ്പെടുമൊന്നും വേണ്ട. और जो कल होना है उसे लेकर आज क्यों परेशान होना. നാളെ നടക്കാൻ പോണ കാര്യമല്ലേ, ഇപ്പം തന്നെ നീ എന്തിനാ അതിനെക്കുറിച്ച് കരയണത്? കാരണം കല്യാണം കഴിയും, നീ വേറെ വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞാൽ നാളെ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നിന്റെ കല്യാണം കഴിച്ച് വിടുമെന്നല്ലോ. അതിന് എപ്പോഴും നടക്കാൻ പോണ കാര്യമാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് നീ ഇപ്പം തന്നെ വിഷമിക്കൊന്നും വേണ്ട, സങ്കടപ്പെടുമൊന്നും വേണ്ട. ये दिन फिर लौट के नहीं आने वाला है. ഈ ദിവസങ്ങളൊന്നും ഇനി തിരിച്ചു വരില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ സ്കൂളിൽ വന്ന് എൻജോയ് ചെയ്യേണ്ട കുറേ ദിവസങ്ങളാണ്, അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അതൊന്നും ഇനി തിരിച്ചു വരില്ല. അതുപോലെ തന്നെയാണ് കുട്ടിത്തം. കുട്ടികൾ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുട്ടികളാണ്. ആ എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്തിരിക്കണം, അടിച്ചു പൊളിക്കണം. ഓക്കെ, യാതൊരു സംശയമില്ല. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അപ്പോൾ ഇവൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. കാരണം ഈ പ്രായമൊന്നും ഇനി തിരിച്ച് വരില്ല. അതുകൊണ്ട് നീ ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഇപ്പോൾ തന്നെ നീ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യം ഇല്ല. ഏതിൽ ഫിർ ലൗട്ട് കെ നെഹി ആനെ വാല ഹെ, ഇനി ജീ ഭർ കെ ജി ലോ. അതിനെ മനസ്സറിഞ്ഞ് സുഖമായിട്ട് എൻജോയ് ചെയ്യുക. മാക്കി ബാത്തേ സെ ഗുഡ്ലി ഓർ ബി ഹതാശ ഹോ ഗയി. അമ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് ഒന്നുകൂടി വിഷമമാവുക ചെയ്തത്. കാരണം വെച്ചാൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന നേരത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളെ ഒന്ന് സമാധാനിപ്പിച്ച് കഴിഞ്ഞാലോ അറിയാതെ നമ്മുടെ കണ്ണിൽ വെള്ളം നിറയും, പൊട്ടി കരഞ്ഞു പോയെന്ന് വരാം. ഒരിക്കലും എനിക്കും ഇതുപോലെ ഉണ്ടായി. നമ്മുടെ സ്കൂളിൽ തന്നെ അതുപോലെ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു കുട്ടി എന്തോ യാദൃശ്ചികമായിട്ട് വിളിച്ച സമയത്ത് അവൾ വല്ലാത്ത വിഷമമായി കുട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, നമ്മളെ ചേർത്ത് നിർത്തുന്നവരാണ്
നമ്മളെ സഹായിക്കുന്നവരാണ്, നമ്മുടെ ആൾക്കാരാണ് എന്ന് തോന്നുമ്പോൾ നമുക്ക് കൂടുതൽ വിഷമവും. അപ്പോൾ അമ്മ ചേർത്ത് പിടിച്ച് അവളോട് ഇത് പറഞ്ഞപ്പോൾ എന്തായി, അവൾക്ക് കൂടുതൽ സങ്കടമായി, അവൾ കരയാൻ തുടങ്ങി. माम की बातें से गुडली और भी हताश हो गई. लगा जैसे उसके पैर के नीचे से ज़मीन गींज ली गई हो. കാരണം അവൾ നിൽക്കുന്ന ഭാഗത്തിന് അതിൻ്റെ താഴെ ഭാഗം ഭൂമി അങ്ങനെ വിണ്ട് കീറി പോവുകയാണോ എന്ന് തോന്നി. അത്രയും വിഷമമായി അവൾക്ക്, അത്രയും സങ്കടമായി. അവൾ നിന്നോടത്ത് നിന്ന് ഇല്ലാതെ ആവുന്നത് പോലെ അവൾക്ക് തോന്നി. ഉസെ യാദായ പിछले साल അവൾക്ക് പെട്ടെന്ന് ഓർമ്മകൾ വരാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം ദീദിക്ക് ഷാദിമേ സബ് കിത്തനെ ഗുസ്തെ, കഴിഞ്ഞ വർഷം ചേച്ചിയുടെ കല്യാണ സമയത്തൊക്കെ എല്ലാവരും എത്ര സന്തോഷമായിരുന്നു. ഇവിടെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. ഗർ മേഹ്മാനോസെ ഭരാത്ത, വീടാണെങ്കിലോ മുഴുവൻ അതിഥികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സാരേ ചച്ചേരെ മാമേരെ ബായ് ബഹൻ ആയേ ഹുയേത്തെ, എല്ലാ അച്ഛൻ്റെ വീട്ടുകാർ, സാരേ ചച്ചേരെ അച്ഛൻ്റെ വീട്ടുകാരായിക്കോട്ടെ അമ്മയുടെ വീട്ടുകാരായിക്കോട്ടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ചാച്ച ചാച്ചി, കാക്ക കാക്കി, നാനാ നാനി, മാമ മാമി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബായി ബഹൻ, സഹോദരികൾ സഹോദരന്മാർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഗുഡ്ലി ബി കിത്തിനി ഗുസ്തി, ഗുഡ്ലി അതെ എത്ര സന്തോഷമായിരുന്നു, എത്ര ഹാപ്പി ആയിരുന്നു അവൾക്ക്. കാരണം ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ വീട്ടിൽ ധാരാളം ഗസ്റ്റുകളൊക്കെ വന്നു, കുട്ടികളുണ്ട്, അപ്പോൾ എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ച് കളിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. അത് അവൾക്ക് നല്ല ഓർമ്മയുണ്ട്, വളരെ അവൾ എൻജോയ് ചെയ്ത കാര്യങ്ങളൊക്കെ, അതൊക്കെ അവൾ ഇപ്പോൾ ഓർത്തെടുക്കുക. ഗുഡ്ലി ബി കിത്തിനി ഗുസ്തി കോയി റോക്ക് ടോക്ക് നഹി ബസ് ഫുൾ മസ്തി थी. ഒരു ഗുഡ്ലി ബി കിത്തിനി ഗുസ്തി कोई रोक टोक नहीं बस फुल मस्ती थी എന്ന് പറഞ്ഞാൽ അവൾക്ക് തന്നെ എത്ര സന്തോഷമായിരുന്നു, മതിമറന്ന് ആഹ്ലാദിക്കായിരുന്നു. कोई रोक टोक नहीं എന്ന് പറഞ്ഞാൽ അതിനെ ആർക്കും തടയാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നു. ബസ് ഫുൾ മസ്തി थी എന്ന് പറഞ്ഞാൽ അത്യധികം സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു, അർമാദിച്ചിട്ടുണ്ടായിരുന്നു, എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ ആ ദിവസങ്ങളൊക്കെ അവൾ വല്ലാതെ അർമാദിച്ചിട്ടുണ്ടായിരുന്നു, എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൾക്ക് ഓർമ്മയിൽ വരാൻ തുടങ്ങി. തൊട്ട് മുമ്പ് പറഞ്ഞ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്, നമുക്കതൊന്ന് ചർച്ച ചെയ്യാം. लगा जैसे उसके पैरों के नीचे से ज़मीन गींज ली गई हो. गुडली को ऐसा क्यों लगा है? കാരണം അവൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് മണ്ണ് മുഴുവൻ ഇല്ലാതെയായി അവൾ താഴ്ന്നു പോകുന്നതായിട്ട് തോന്നി. उसको ऐसा क्यों लगा है? क्योंकि जब तो वो उदास से बैठा है उसी समय उसी वक्त उनकी माँ भी उसके पास आई है क्या. फिर उसे ऐसे उपदेश देते हैं, उसे सांत्वना देते हैं, लेकिन जब तो माँ आकर उसे सांत्वना किया है उस समय उसे और भी हताश बन गई है और भी दुख भी बन गई है. इसलिए उनको ऐसा लगा है वो अभी कुछ भी नहीं होता, ऐसा लगा है उनको. ठीक है. इसी भी शादी के कार्ड ചപ്പക്കെ ആയ, ഇതിൻ്റെ ഇടയ്ക്കാണ് വെഡ്ഡിങ് കാർഡൊക്കെ പ്രിൻ്റ് ചെയ്ത് ചപ്ന പ്രിൻ്റ് ചെയ്യുക, വെഡ്ഡിങ് കാർഡ് പ്രിൻ്റ് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഗുഡ്ലി ബഡി ഉത്സുക്തി, അവൾക്ക് വളരെ ആവേശമായി, ആ കാർഡൊക്കെ കാണാനൊക്കെ ആവേശമായി. കാരണം വീട്ടിലെ ചേച്ചിയുടെ കല്യാണമാണ്, അപ്പോൾ ആ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ കാർഡാണ് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഉത്സുക്തി എന്ന് പറഞ്ഞാൽ അത് കാണാൻ വലിയ ഇഷ്ടമായി അവൾക്ക്. जैसे तैसे पूजा पाठ के बाद कार्ड हाथ में आया तो गुडली का मुंह उतर गया. പക്ഷേ പൂജയൊക്കെ കഴിഞ്ഞ് ആ കാർഡ് കിട്ടിയപ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ, കാർഡൊക്കെ അമ്പലത്തിലൊക്കെ പോയി പൂജയ്ക്ക് കഴിഞ്ഞിട്ടാണ് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുക, എല്ലാവർക്കും എന്താണ് ക്ഷണിക്കാനൊക്കെ തുടങ്ങുക. അപ്പോൾ ആ കാർഡ് പൂജയൊക്കെ കഴിഞ്ഞ് എത്തി, ആ കാർഡ് കണ്ടപ്പോൾ അവളുടെ മുഖം ആകെ മുഖം ഉതർഗയി എന്ന് പറഞ്ഞാൽ മുഖം പാടുക, മുർജാജാന ठीक है, വാടിപ്പോവുക. അവളുടെ മുഖം ആകെ വാടിപ്പോയി. वो ताऊजी के पास जाकर बोली, അവൾ വല്യച്ഛൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു. തൗജി വല്യച്ഛൻ, അച്ഛൻ്റെ ഏട്ടൻ, ജ്യേഷ്ഠനാണ് പറയുന്നത്, അച്ഛൻ്റെ ജ്യേഷ്ഠൻ. അപ്പോൾ വല്യച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചു. देखिए भैया मेरा नाम कार्ड में छपवाना भूल गया. നോക്കൂ, എൻ്റെ പേര് ഈ കാർഡിൽ അടിക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇവളുടെ കല്യാണം ആയതുകൊണ്ടല്ല, ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ട് താഴെ കാർഡിൽ പേരടിക്കുമല്ലോ കുട്ടികളുടെ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരുടെ ഒക്കെ, അതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഇവൾ പറയുന്നത്. ഇവൾ പറയുകയാണ്, കാരണം എൻ്റെ പേര് ഇതിൽ പ്രിൻ്റ് ചെയ്യാൻ മറന്നു പോയിരിക്കണം കേട്ടോ എന്ന് വല്യച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്. ബോളാ നഹീ ഹൈ രേ അപ്നെ ഘർ കി ചോരിയോ കെ നാം കാർഡ് പർ നഹീ ചപ്തേ. അത് മറന്നതൊന്നുമല്ല, വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്, ഈ വീട്ടിലെ കുട്ടികളുടെ പേര് കാർഡിൽ അടിക്കാറില്ല, അതാണ് അതിൻ്റെ ശാസ്ത്രം, അതുകൊണ്ടാണ്, അല്ലാണ്ട് മറന്നതൊന്നല്ല പെണ്ണെ എന്ന് പറഞ്ഞ് അവളെ വിട്ടാക്കി. ഗുഡ്ലി. അപ്പോൾ ഗുഡ്ലി അതിന് പറയാണ്, पर ताऊजी, പക്ഷെ വലിയച്ഛ ഉസ്മേ ഭയ്യാക്കെ ചോട്ടേസെ ബേട്ടാക്കെ ബി നാം ഹേ. നോക്കൂ, നമ്മുടെ വീട്ടിലെ ഏട്ടൻ്റെ ചെറിയ കുട്ടിയുടെ പേര് പോലും അതിലുണ്ടല്ലോ. ജോ അഭി ബോൽ ബി നെയ് സക്താ തോ. ഇപ്പോൾ വർത്താനം പറയാൻ കൂടി തുടങ്ങിയിട്ടില്ല. മേരാ, പക്ഷെ എൻ്റെ പേരോ, വർത്താനം പോലും പറയാറാവാത്ത ആ ചെറിയ കുട്ടിയുടെ പേര് പോലും ഇട്ടിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ പേരെത്തോ മേരാ, എന്നിട്ട് എൻ്റെ പേരെന്താ ഇട്ടാത്തതിൽ അവൾക്ക് വളരെ വിഷമമായി, സങ്കടമായി. ഇനി അവളുടെ സങ്കടത്തിൻ്റെ കാര്യത്തെക്കുറിച്ചും ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ചും तो बाकी सब तो अगला कक्षा में पढ़ेंगे. ठीक है, तो अच्छा, धन्यवाद सबको और अच्छे दिन की
शुभकामनाएं। बाय। ठीक है, अभी हम तो सीधा मिलेंगे।